കുട്ടമ്പുഴയിൽ കാട്ടാനാക്രമണത്തിൽ എൽദോസ് കൊല്ലപ്പെടുന്നത് നേരിൽ കണ്ട ഞെട്ടലിലാണ് മനീഷ്. എൽദോസിനെ കാട്ടാന ക്രൂരമായാണ് കൊലപ്പെടുത്തിയതെന്ന് മനീഷ് 24-നോട് പറഞ്ഞു. കുട്ടമ്പുഴയിൽ നിന്ന് രാഹുൽ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കാണാം. ഇന്നലെ കാട്ടാന ആക്രമണം ഉണ്ടായതിനു ശേഷം എൽദോസിന്റെ മൃതദേഹം ആദ്യമായി കണ്ട ആളാണ് ഇദ്ദേഹമാണ് കണ്ടത്. മനീഷ് എന്നാണ് പേര്. ചേട്ടൻ എങ്ങനെയാണ്, ഏത് സമയത്താണ് കണ്ടത്, ഏത് അവസ്ഥയിലായിരുന്നു? ഞാൻ വർക്ക് കഴിഞ്ഞ് വരുമ്പോഴാണ് റിട്ടേൺ കുറച്ച് സാധനം എടുക്കാൻ മറന്നു. റിട്ടേൺ പോവാൻ നേരത്താണ് ഇങ്ങനെ ബോഡി കിടക്കണ കണ്ടേ. ആന ഉപദ്രവിച്ചിട്ടാണെന്ന് മനസ്സിലായി. ആ സമയത്ത് പേടി തോന്നിയിട്ടാണ് ഞാൻ പോയത്. അടുത്തുള്ള ചെന്നപ്പോൾ തന്നെ ഓട്ടോക്കാരൊക്കെ വന്ന് ഓട്ടോക്കാരോട് പറയുന്ന അഴിക്ക് പറഞ്ഞു ചെയ്ത്. അങ്ങനെയാണ് അറിഞ്ഞില്ലായിരുന്നു. ആ സമയത്തൊന്നും ചെയ്യേണ്ട അവസ്ഥ എന്നാന്നറിയില്ലായിരുന്നു. അതായിരുന്നു. സ്ഥിരമായിട്ട് ഇതിൽ പോകുന്നതാണ്. ചേട്ടന്റെ വീട് എവിടെയാണ്? എനിക്ക് ഈ ആൾക്കുടെ മരിച്ച ആളുടെ വീടിന്റെ തൊട്ടടുത്താണ് എന്റെ വീട്. സ്ഥിരമായിട്ട് പോകുന്നതാണ്. ഇതിലെ കാട്ടാനാക്രമണം ശല്യമൊക്കെ ഉണ്ടായിരുന്നു? ആക്രമണം എന്ന് വെച്ചാൽ ഉണ്ടാകും. ആനശല്യങ്ങൾ കൂടുതലായിരുന്നു. വെട്ടമില്ല, ഒന്നുമില്ലായിരുന്നു ഇവിടെ. അത് കാരണമാണ് അത് അറിയാതിരുന്നത്. അതുകൊണ്ടാണ് വെട്ടമുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആൾക്ക് മാറാനെങ്കിലും സഹായിച്ചാണ്. ഇതൊന്നും ഇല്ലായിരുന്നു. വെട്ടമില്ലാത്തതുകൊണ്ടായിരുന്നു ആന പെട്ടെന്ന് അങ്ങനെ. കണ്ടപ്പോ ഏത് അവസ്ഥയിലായിരുന്നു? നാളെ ഇല്ലായിരുന്നു ആള്. അതേപോലെ ചെയ്തായിരുന്നു. ആന അതേപോലെ വലിച്ചഴിച്ച് ശരി മോന്തൊക്കെ വികൃതമായിരുന്നു. അതേപോലെ ആയിരുന്നു. മോന്ത ഫേസ് പോലും കാണാൻ പറ്റില്ലായിരുന്നു. ആളങ്ങനെ രണ്ടായിട്ട് വലിച്ചു കീഴാണ്. അതാണ്. അടുത്ത പരിചയം ഉണ്ടായിരുന്ന ആളുകളല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. എന്റെ വീടിന്റെ തൊട്ടടുത്താണ് ആള്. ആളായിട്ട് ഇവരൊക്കെ ഞങ്ങള് വർത്താനം പറഞ്ഞ് സംസാരിച്ചതും കൂടിയാണ്. അപ്പോഴാണ് ഇവിടെ വരുമ്പോഴാണ് പുള്ളീനെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ കാണുന്നത് തന്നെ. വെയിറ്റ് ഇല്ല. അത് ഞാൻ കുറെ നാളായി മിന്നിക്കിടും എന്നല്ലാണ്ട് അതിന് സ്ഥിരമായിട്ടൊരു വെട്ടമൊന്നും ഇതുവരെ ആരും കണ്ടിട്ടൊന്നുമില്ല. വല്ലപ്പോഴൊക്കെ ആയാലുള്ളൂ. ഇപ്പൊ പേടിയുണ്ടോ? ഇപ്പം അതേ ഉള്ളൂ. ഇപ്പോഴും പകല് തന്നെ പുറത്തിറങ്ങാൻ പേടിയായിട്ടുണ്ടോ. ആദ്യമൊക്കെ പേടിയില്ലാത്തതില്ലായിരുന്നു. അതിനൊക്കെ കണ്ട് രുചിച്ചായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് അതിന്റെ ഒരു വീരത മനസ്സിലാവണം. ഇപ്പോഴാണ് ആളെ ഒന്ന് ഇഷ്ടപ്പോഴാണ് അറിയാറ്.